ഡിയർ പേരൻസ്, നമ്മുടെ ക്യാമ്പസ് കെയർ 10X ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ലോഗിൻ ചെയ്യാം, എങ്ങനെ അത് യൂസ് ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്യാമ്പസ് കെയർ 10X ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അത് അവൈലബിൾ ആണ്. നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യാമ്പസ് കെയർ 10X ടൈപ്പ് ചെയ്യുക. ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾഡ് ആണ്. ദെൻ നമുക്ക് ഇതെങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 6 ഡിജിറ്റ് സ്കൂൾ കോഡ് ചോദിക്കും. ദെൻ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ചോദിക്കും. സ്കൂളിൽ നിന്ന് അത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും സ്ക്രീൻ വിസിബിളായിട്ട് വരിക. നമ്മുടെ കുട്ടിയുടെ പേര്, കറണ്ട് അക്കാഡമിക് ഇയർ ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കും. ദെൻ അപ്കമിങ് ഇവൻറ്റ്സിൽ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാൻ കഴിയും. ദെൻ ഇത്രയും ഐക്കൺസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഫീസ് നോക്കാം. ഫീ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് ഇനി ഡ്യൂ എത്ര എമൗണ്ട് ഉണ്ട്, പെയ്ഡ് എത്ര എമൗണ്ട് ആണ്, ദെൻ ബാലൻസ് ഇനി എത്ര അടയ്ക്കാനുണ്ട് അതും ഡിസ്പ്ലേ ആവും. പേ നൗ ക്ലിക്ക് ചെയ്താൽ ഓൺലൈൻ പേയ്മെൻറ്റിലോട്ട് പോകും. നമുക്ക് പല പേയ്മെൻറ്റ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ദെൻ UPI, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക, ഓൺലൈൻ പേയ്മെൻറ്റ് അങ്ങനെ ചെയ്യാം. ദെൻ അസൈൻമെൻറ്റ്, എന്തെങ്കിലും ഹോം വർക്കോ ക്ലാസ് വർക്കോ ആക്ടിവിറ്റിയോ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആയിരിക്കും കാണാൻ കഴിയുക. ദെൻ മെസ്സേജസ്, ഇതാണ് ഇൻറ്റേർണൽ മെസ്സേജസ്. ടീച്ചേഴ്സ് എന്തെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്താൽ നമുക്കിവിടെ ആയിരിക്കും കാണാൻ കഴിയുക. നമുക്ക് തിരിച്ച് മെസ്സേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്ജക്റ്റ് ടീച്ചേഴ്സിനും അയക്കാം, ക്ലാസ് ടീച്ചേഴ്സിനും അയക്കാം. ടീച്ചറിനെ സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക, മെസ്സേജ് ടൈപ്പ് ചെയ്യുക, ദെൻ സെൻഡ് ചെയ്യുക. ദെൻ അറ്റൻഡൻസിൽ കുട്ടിയുടെ ആബ്സെൻറ്റ് ഡീറ്റെയിൽസും പ്രസൻറ്റ് ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കാണാൻ കഴിയും. ദെൻ ട്രാൻസ്പോർട്ട് ഐക്കണിൽ കുട്ടിയുടെ ബസ്സിൻ്റെ റൂട്ട് നമ്പർ, സ്റ്റോപ്പ് നമ്പർ, അങ്ങനെ ഓതറൈസ്ഡ് പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ്, ഇൻചാർജ്, ഹെൽപ്പറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ കഴിയും. ദെൻ സർക്കുലർ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും സർക്കുലർ സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ആയിരിക്കും കാണാൻ കഴിയുക. ദെൻ മൈ ഡയറിയിൽ കുട്ടിക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് കിട്ടിയാലോ, ക്ലാസ് ടീച്ചറിന് എന്തെങ്കിലും റിമാർക്സ് ഇട്ടാലോ അതൊക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും കാണാൻ കഴിയുക. ദെൻ ഇവൻറ്റ്സിൽ സ്കൂൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദെൻ സ്കൂളിൽ നിന്ന് ന്യൂസ് ഇതുപോലെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ദെൻ എക്സാം ഡീറ്റെയിൽസ്, കുട്ടിയുടെ എക്സാം ഡീറ്റെയിൽസ്, മാർക്ക്, റിപ്പോർട്ട് കാർഡ്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ ആയിരിക്കും കാണാൻ കഴിയുക. ദെൻ ബർത്ത്ഡേ, ഓരോ മന്ത് വൈസ് ബർത്ത്ഡേ ഉള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ഡിസ്പ്ലേ ആവും. ദെൻ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേരൻറ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഹോം ക്ലിക്ക് ചെയ്താൽ നമ്മുടെ തിരിച്ച് ഈ ഹോം പേജിലോട്ട് പോകും. അക്കാഡമിക് സെഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അക്കാഡമിക് സെഷൻ മാറ്റാൻ പറ്റും. ദെൻ ചേഞ്ച് പാസ്വേഡ്, ഇവിടെയാണ് നമ്മൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത്. ഓൾഡ് പാസ്വേഡ് കൊടുക്കുക, ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും കൊടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം പാസ്വേഡ്. ദെൻ ഇവിടെ കുറച്ച് നമ്മുടെ നോളജ് ബേസ്ഡ് വീഡിയോസൊക്കെ ഉണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അതേ ഉള്ളൂ നമ്മുടെ ക്യാമ്പസ് കെയർ 10X ഓവറോൾ ആയിട്ട്. താങ്ക് യു.